ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മൊഡ്യൂൾ 4ന്റെ അടുത്ത ടോപ്പിക്കാണ് ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽട്ടർ. അതായത് ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് IAR ഫിൽട്ടർ ആണ്. IAR ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഫിൽട്ടർ. അതൊരു ടൈപ്പ് ഓഫ് ഡിജിറ്റൽ ഫിൽട്ടർ ആണ്. അപ്പോൾ ആ ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ഇൻഡയറക്റ്റ് മെത്തേഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തേനെ ഡിജിറ്റൽ ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യണം. അനലോഗ് പ്രോട്ടോടൈപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റൽ ഫിൽറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതാണ് H(s). എന്നിട്ട് ആ H(s) നിന്നാണ് നമുക്ക് H(z) കാണേണ്ടത്. അതായത് ഒരു ഡിജിറ്റൽ ഫിൽറ്റർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ H(z) കാണുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തേർഡ് മൊഡ്യൂളിൽ പഠിച്ച FAR പോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് H(z) കാണാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ H(s) കാണും. H(s) കണ്ടിട്ടാണ് H(z). അപ്പം ഈ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ്, അതായത് എന്താണ് ഒരു അനലോഗ് ഫിൽട്ടർ. അപ്പൊ അതിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ആണ്. അപ്പൊ ഇത് നമ്മൾ എല്ലാത്തിനും ബേസ് ആയിട്ട് എടുക്കുന്ന ഒരു ലോ പാസ് ഫിൽട്ടർ ആണ്. ഇതെന്ന് പറയുന്ന ഒരു ലോ പാസ് ഫിൽട്ടറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ പടമാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന അനലോഗ് ഫ്രീക്വൻസിയാണ്. അതാണ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഡിഫറൻസ്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസീസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രീക്വൻസിയും രണ്ടാമത്തത് അനലോഗ് ഫ്രീക്വൻസിയും. അപ്പൊ ഇതിൽ ഡിജിറ്റൽ ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഒമേഗ. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ഒമേഗ ആയിരുന്നു. അതായത് ഡിജിറ്റൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ, അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയൻസ് പെർ സാമ്പിൾ ആണ്. ഈ ഡിഫറൻസ് മറന്നു പോരുത്. ഇത് ഡിജിറ്റൽ ഫ്രീക്വൻസിയാണ്. അതായത് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഡിജിറ്റൽ ഫ്രീക്വൻസിയുടെ കണ്ടീഷൻ ആയിരിക്കും പറയുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനലോഗ് ഫ്രീക്വൻസിക്ക് കൊടുക്കുന്ന നൊട്ടേഷനാണ് ഓം, അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് അനലോഗ് ഫ്രീക്വൻസി. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഈ കാര്യം ഓർത്തിരിക്കണം. അപ്പൊ നമുക്ക് വേണ്ട ഈ ഡിജിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അനലോഗ് കണ്ടുപിടിക്കണം. അപ്പൊ ഒമേഗ എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സാമ്പിളും ഇത് ഡിജിറ്റൽ ഫ്രീക്വൻസി. അനലോഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് ഒമേഗ, ദാറ്റ് ഇസ് ഈക്വൽ ടു റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ വരച്ചേക്കണ ഈ പടം എന്ന് പറയുന്നത് ഒരു അനലോഗ് ലോ പാസ് ഫിൽറ്ററിന്റെ പടമാണ്. അപ്പൊ അനലോഗ് ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന അനലോഗ് ഫ്രീക്വൻസി അതാണ് ഈ ഓം ആയിട്ട് കാണിച്ചേക്കണേ. അനലോഗ് ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡിനെയാണ് H(j ohm). J ohm എന്ന് പറഞ്ഞാൽ നമ്മളെ അനലോഗ് ഫ്രീക്വൻസിയുടെ പ്ലെയിൻ എന്ന് പറയുന്നത് S പ്ലെയിൻ ആണ്. അപ്പൊ S പ്ലെയിൻ ആയതുകൊണ്ടാണ് J ohm. ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചപ്പോഴെല്ലാം എഴുതിയപ്പോൾ ഇവിടെ H(e⁻j⍵) എന്നാണ്. e⁻j⍵ എന്ന് പറഞ്ഞാൽ അത് Z പ്ലെയിൻ ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അനലോഗ് ആയതുകൊണ്ട് ഇവിടെ എടുക്കേണ്ട മാഗ്നിറ്റ്യൂഡ് H(j ohm) ആണ്. ഈ രണ്ട് കാര്യങ്ങളും മറന്നു പോരുത്. IAR ഫിൽറ്ററിൽ നമ്മൾ ആദ്യം ഡിജിറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അനലോഗ് പ്രോട്ടോടൈപ്പ് കണ്ടുപിടിക്കും. എന്ന് പറഞ്ഞാൽ അനലോഗ് ഫ്രീക്വൻസി ഓമും അനലോഗിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് H(j ohm), മോഡുലസ് ഓഫ് H(j ohm) ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ജനറലി ഒരു ലോ പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്നത് ഓം പി എന്ന് പറഞ്ഞാൽ പാസ് ബാൻഡ് ഫ്രീക്വൻസിയും OM(s) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസിയാണ്. ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഇനി ഈ ഓം പി അതായത് അനലോഗ് പാസ് ബാൻഡ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് 1/√1 + ε². ഈ പടം കാണാതെ പഠിക്കണം. മാക്സിമം വാല്യൂ നമ്മൾ 1 ആയിട്ടാണ് എടുത്തേക്കണേ. അതിൽ നിന്ന് എത്രമാത്രം, അതായത് മാക്സിമം ഗെയിനിൽ നിന്ന് പാസ് ബാൻഡ് വരെ ഉള്ള എത്രമാത്രം അറ്റുനേഷൻ ഉണ്ട് അതിനെ കാണിക്കുന്നതാണ് ആൽഫ പി. ആൽഫ പി കറസ്പോണ്ട്സ് ടു പാസ് ബാൻഡ് അറ്റുനേഷൻ. അപ്പം പാസ് ബാൻഡിന്റെ അറ്റുനേഷന് കൊടുക്കുന്ന നൊട്ടേഷനാണ് ആൽഫ പി ഇൻ dB. ഇനി ഒമേഗ അനലോഗ് ഫ്രീക്വൻസി, അനലോഗ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന OMS-ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാഗ്നിറ്റ്യൂഡ് ആണ് 1/√1 + λ². ഇതില് ലാംഡയും എപ്സിലോൺ എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് പാസ് ബാൻഡിന്റെ പാരാമീറ്ററും ലാംഡ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ബാൻഡിന്റെ പാരാമീറ്ററും ആണ്. അപ്പം α(s) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ബാൻഡ് അറ്റുനേഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പ്രോബ്ലത്തിലാണെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അനലോഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അനലോഗ് ഓം. പാസ് ബാൻഡ് ഫ്രീക്വൻസിക്ക് കൊടുക്കുന്ന നൊട്ടേഷനാണ്, അനലോഗ് പാസ് ബാൻഡ് ഫ്രീക്വൻസിക്ക് കൊടുക്കുന്ന നൊട്ടേഷനാണ് ഓം പി. സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസിക്ക് കൊടുക്കുന്ന നൊട്ടേഷനാണ് OM(s). ഓം പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് ആണ് 1/√1 + ε². ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് പാസ് ബാൻഡ് പാരാമീറ്റർ ആണ്. ഇനി
ഓം എസ് എന്ന് പറയുന്നത് അനലോഗ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. അതിന്റെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് 1/√(1 + λ²). അതിൽ ലാംഡ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ബാൻഡ് പാരാമീറ്റർ. മാക്സിമം വാല്യൂ ആയിട്ട് എടുക്കുന്നത് 1. ഇനി ആൽഫ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് ബാൻഡിന്റെ അറ്റുനേഷൻ. മാക്സിമം പാസ് ബാൻഡ് അറ്റുനേഷൻ ആണ് ആൽഫ പി. ആൽഫ എസ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ബാൻഡിന്റെ അറ്റുനേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറൽ ആയിട്ട് ഒരു അനലോഗ്. ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ബട്ടർവർത്ത് ഫിൽട്ടർ, നമ്മൾ ഇവിടെ എടുക്കുന്ന അനലോഗ് ഫിൽറ്ററിന്റെ പേരാണ് ബട്ടർവർത്ത് ഫിൽട്ടർ. ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ പടം നിങ്ങൾ ഓർത്തിരിക്കുകയും വേണം. ഈ പടം എപ്പോഴും മനസ്സിലുണ്ടാവണം നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഒരു ഫിൽറ്ററിന്റെ ഓർഡർ. അപ്പൊ ഈ ഓർഡറിന്റെ ഇക്വേഷനും നമുക്ക് കാണാതെ പഠിക്കണം. ഇതിന്റെ ഡെറിവേഷൻ തന്നെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. അതായത് ഡിറൈവ് ദ ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽട്ടർ. അപ്പൊ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വെൻ കൺസിഡറിങ് ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ആ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. അപ്പം അതിൽ നമ്മൾ എടുക്കുവാണ് പാസ് ബാൻഡ് അറ്റുനേഷൻ എന്ന് പറയുന്നത് ആൽഫ പിയും, പാസ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓം പിയും, ആൽഫ എസ് എന്ന് പറയുന്നത് മിനിമം സ്റ്റോപ്പ് ബാൻഡ് അറ്റുനേഷനും സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓം എസും ആണ്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ഫംഗ്ഷന് നമ്മൾ കൊടുക്കുന്ന ഇക്വേഷൻ ആണ്. ഇത് ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഇത് കാണാതെ പഠിക്കേണ്ടതാണ്. ദാറ്റ് ഇസ് h of j ohm, മോഡുലസ് ഓഫ് h of j ohm is equal to 1/√, റൂട്ട് ആണ് 1/2, 1/1 + ε² ohm by ohm p the whole raised to 2n the whole raised to 1/2. ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഇതിൽ n എന്ന് പറയുന്നതാണ് ഓർഡർ ഓഫ് ദ ഫിൽറ്റർ. അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഈ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഈ എന്നിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അതാണ് ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ബിക്കംസ് മോഡുലസ് ഓഫ് h of j ohm the whole square now. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 1/1 + ε² ohm by ohm p the whole raised to 2n എന്ന് വന്നു. കാരണം സ്ക്വയർ ചെയ്യുമ്പം ഈ റൂട്ട് പോകും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നു. രണ്ട് സൈഡിൽ ലോഗ് എടുക്കുമ്പം ലോഗാണ്. അപ്പൊ 10 ലോഗാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 × 10 എന്ന് പറയുമ്പോൾ 20 വരും. അങ്ങനെയാണ് 20 വന്നത്. അതായത് 10 ലോഗാണ് ഇവിടെ വരുന്നത്. ഇവിടെ പവർ 2 ആയതുകൊണ്ട് 2 × 10 എന്ന് പറയുമ്പോൾ 20 ലോഗ് മോഡുലസ് ഓഫ് h of j ohm ഈക്വൽ ടു, ഇനി ഇവിടെ എന്താണ് 1 ആണ്, അതുകൊണ്ടാണ് 10 ലോഗ് 1. ഇനി ഡിനോമിനേറ്ററിൽ നമ്മൾ ലോഗ് എടുക്കുമ്പോൾ മൈനസ് ആണ് വരുന്നത്. സോ ദാറ്റ് ഇസ് മൈനസ്. ഇനി എന്താണ് 10 ലോഗ്, പിന്നെ ബാക്കി പോർഷൻ ദാറ്റ് ഇസ് 1 + ε² ohm by ohm p the whole raised to 2n. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇത് നമ്മൾ ആദ്യം എഴുതി. ഇനി എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുകയാണ്, കൺസിഡർ ചെയ്യാൻ പോകണം ഓം ഈക്വൽ ടു ഓം പി ആകുമ്പോൾ ഉള്ള വാല്യൂ എത്രയാണ്. അതാണ്ട് ഈ പടത്തിൽ നോക്കിക്കേ, വെൻ വാല്യൂ ഓം ഈക്വൽ ടു ഓം പി ആകുമ്പോൾ ഡി ബിയിൽ വാല്യൂ എത്രയാന്ന് പറഞ്ഞേക്കുന്നത് ആൽഫ പി. അത് താഴോട്ടാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ 1 ആണ് മാക്സിമം. അപ്പൊ അതിനേക്കാൾ താഴോട്ടല്ലേ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നത്. സോ അതുകൊണ്ട് എഴുതിയേക്കുവാണ് അറ്റ് ഓം ഈക്വൽ ടു ഓം പി അറ്റുനേഷൻ ഇസ് ഈക്വൽ ടു ആൽഫ പി. അപ്പൊ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താവും? 20 ലോഗ് ഓഫ് h of j ohmന് പകരം j ohm എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന വാല്യൂ ഏതാണ്? അറ്റ് ഓം ഈക്വൽ ടു ഓം പി. അപ്പോൾ ഈ ഓമിന് പകരം ഓം പി കൊടുക്കുമ്പം ഈ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായി മാറി? മൈനസ് ആൽഫ പി എന്നായി. അതായത് ഈ ഇക്വേഷനകത്ത് 20 ലോഗ് മോഡുലസ് ഓഫ് h of j ohmന് പകരം നമ്മൾ എന്ത് എഴുതി? മൈനസ് ആൽഫ പി ഈക്വൽ ടു 10 ലോഗ് 1 എന്ന് പറഞ്ഞ വാല്യൂ എന്താണ്? 0. സോ ദാറ്റ് ഇസ് വൈ മൈനസ് ആൽഫ പി ഈക്വൽ ടു മൈനസ് 10 ലോഗ്. ഇനി ഇവിടെ നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ ഓം ഈക്വൽ ടു ഓം പി ആണ്. അപ്പൊ ഈ ഇക്വേഷനകത്ത് ഓമിന് പകരം ഓം പി കൊടുക്കുക. അപ്പൊ ഇവിടെ ഓം പി എന്ന് വരും, ഇവിടെ ഓം പി എന്ന് വരും. അപ്പൊ അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി നമുക്ക് എന്ത് കിട്ടും? 1 + ഓം ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n എന്ന് പറഞ്ഞാൽ എന്താ? 1 raised to 2n എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഇത് മാറി എന്തായി മാറും? 1 + ε². അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത് മൈനസ് ആൽഫ പി ഈക്വൽ ടു മൈനസ് 10 ലോഗ് 1 + ε². ഓക്കെ. ഇനി ഇത് നമുക്ക് രണ്ടിടത്ത് നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് അതിൽ നിന്ന് കിട്ടി ആൽഫ പി ഈക്വൽ ടു 10 ലോഗ് 1 + ε². ഇനി ഈ 10നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് കിട്ടാം 1/10 എന്ന് പറഞ്ഞാൽ 0.1. സോ ദാറ്റ് ബിക്കംസ് 0.1 ആൽഫ പി ഈക്വൽ ടു ലോഗ് ഓഫ് 1 + ε². ഇനി എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ആന്റി ലോഗ് എടുക്കുക. ആന്റി ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഇതിന്റെ ലോഗിന്റെ ആന്റി ലോഗ് 10 raised to എന്ന് വരും. സോ ദാറ്റ് ബിക്കംസ് 1/1 + ε² is equal to 10 raised to 0.1 ആൽഫ പി. ആന്റി ലോഗ് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം 1 + ε² എന്ന് പറയുന്നത് 10 raised to 0.1 ആൽഫ പി എന്ന് കിട്ടും. അപ്പൊ അതിൽ നിന്ന് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൈനസ്
എപ്സിലോൺ എന്ന് പറയുമ്പോൾ എന്താ, റൂട്ട് എടുക്കണം, ഈ 1 ഇങ്ങോട്ട് വരികയും ചെയ്യും. അപ്പം നമുക്ക് എന്ത് വരും, 10⁻1 ആൽഫ പി -1 ദ ഹോൾ റേസ് ടു 1/2. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയാം. അപ്പൊ ആദ്യം നമ്മൾ എടുത്ത കണ്ടീഷൻ ഓം ഈക്വൽ ടു ഓം പി എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ട് നമ്മൾ എപ്സിലോണിന് ഒരു വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എന്താ എടുക്കാൻ പോണെന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടീഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത് ഓം ഈക്വൽ ടു ഓം എസ്. അറ്റ് ഓം ഈക്വൽ ടു ഓം എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓമിന് ഓം എസ്, ഇതാണ് ഈ വാല്യൂ. എന്തോ നെക്സ്റ്റ് അറ്റ് ഓം ഈക്വൽ ടു ഓം എസ്. ഓം ഈക്വൽ ടു ഓം എസ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പൊ അന്നേരമുള്ള വാല്യൂ എത്രയാന്ന് നോക്കാം. ദേ ഈ പടത്തിനകത്ത് നോക്കി, ഇപ്പൊ നമ്മൾ ആദ്യം എടുത്തത് ഓം ഈക്വൽ ടു ഓം പി ആണ്. ഇനി എടുക്കാൻ പോകുന്നത് ഓം ഈക്വൽ ടു ഓം എസ്. ഓം ഈക്വൽ ടു ഓം എസ് ആകുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇൻ ഡി ബി എന്ന് പറയുന്ന ആൽഫ എസ്. അറ്റ് ഓം ഈക്വൽ ടു ഓം പി ആൽഫ പി ആണെങ്കിൽ അറ്റ് ഓം ഈക്വൽ ടു ഓം എസ് എന്തായിരിക്കും, ആൽഫ എസ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ഇതാണ്. അപ്പൊ ഇവിടെ ഇതേ കേസിൽ തന്നെ നമ്മുടെ ഇക്വേഷനകത്ത് 20 log h of j ഓമിന് പകരം ഓം എസ് ഈക്വൽ ടു 10 log 1 മൈനസ് 10 log 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ, ഓമിന് പകരം എന്ത് കൊടുക്കണം, ഓം എസ്. അപ്പൊ ഇതെന്തായി, ഓം എസ് ഡിവൈഡഡ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2 എന്ന് വരും. ഇനി ഈ വാല്യൂ എത്രയാന്നാ പറയുന്നത്, ആൽഫ എസ്. അപ്പൊ അത് 1ന് താഴോട്ടായതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം, മൈനസ്. അപ്പൊ എന്തായി, മൈനസ് ആൽഫ എസ് ഈക്വൽ ടു മൈനസ് 10 log 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഓം എസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2 എന്ന് വന്നു. ഇനി നേരത്തെ പോലെ തന്നെ ഇവിടുത്തെ നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. ഇനി ഈ 10നെ താഴോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് തോന്നുന്നു, 0.1 ആൽഫ എസ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഓം എസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2 എന്ന് വന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ആന്റിലോഗ് എടുക്കണം. അപ്പൊ ആന്റിലോഗ് എടുക്കുമ്പോൾ എന്ത് വരും, ആന്റിലോഗ് എടുക്കുമ്പോൾ ഈ എപ്സിലോൺ എന്നിട്ട് ഈ 1നെ ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു. അപ്പൊ ഇത് ആന്റിലോഗ് എടുക്കുമ്പോൾ ഇത് എന്തായി മാറി, 10⁻1 ആൽഫ എസ്. കണ്ടോ, അപ്പൊ 10⁻1 ആൽഫ എസ്. പിന്നെ ഇവിടെ ഒരു 1 ഉണ്ടല്ലോ, ആ 1നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് എന്തായി, എപ്സിലോൺ സ്ക്വയർ ഓം എസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇതിന്റെ 10⁻2, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം എപ്സിലോൺ സ്ക്വയർ ഓം എസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n ഈക്വൽ ടു 10⁻1 ആൽഫ എസ് -1. ഇനി എന്ത് ചെയ്യണം, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഓം എസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n, ഇവിടുത്തെ എപ്സിലോൺ സ്ക്വയറിനെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവരും. ഇവിടെ എപ്സിലോൺ സ്ക്വയർ അല്ലേ, അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് വരും, എപ്സിലോൺ സ്ക്വയർ എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം, ഈ എപ്സിലോൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പൊ എപ്സിലോണിന്റെ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് കണ്ടുപിടിച്ചേ, 10⁻1 ആൽഫ പി -1 ദ ഹോൾ റേസ് ടു 1/2. അപ്പൊ എപ്സിലോൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, ഈ റൂട്ട് ഇല്ലല്ലോ. അപ്പൊ അത് ഞാൻ ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വന്നു, ഓം എസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2 എന്ന് പറഞ്ഞാൽ 10⁻1 ആൽഫ എസ് -1 ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി -1. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി എനിക്ക് കാണേണ്ടത് n ആണ്. അപ്പൊ n കാണണമെങ്കിൽ ഞാൻ എന്ത് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലോഗരിതം ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ലോഗരിതം എടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ സ്റ്റെപ്പ് നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. അപ്പം അതായത് ഈ രണ്ടിടത്ത് നമ്മൾ ലോഗ് എടുക്കുന്നു. അപ്പൊ ലോഗ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് n greater than or is equal to log of root of 10⁻1 alpha s -1 divided by 10⁻1 alpha p -1 divided by log of ohm s by ohm p. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ ഓർഡർ ഓഫ് ഫിൽറ്ററിന്റെ ഇക്വേഷൻ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, ഓർഡർ ഓഫ് ദ ഫിൽറ്റർ. ഈ ഇക്വേഷൻ അറിയത്തില്ലേ നമുക്ക് ഇതിനകത്ത് ഒരു പ്രോബ്ലം പോലും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇക്വേഷൻ എന്ന് പറയുന്നത് n is greater than or equal to log of the whole root of 10⁻1 alpha s -1 divided by 10⁻1 alpha p -1 divided by log of ohm s by ohm p. ഇതൊരു ഇക്വേഷൻ. ഇനി ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഇക്വേഷൻ ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. n greater than or equal to log of ലാംഡ എപ്സിലോൺ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ log of, അതായത് ക്വസ്റ്റിനകത്ത് ആൽഫ എസും ആൽഫ പി അല്ല, നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിലും ചെയ്യാം. ലോഗ് ഓഫ് ലാംഡ ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് ഓം എസ് ബൈ ഓം പി. ഇനി അതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, 10⁻1 ആൽഫ പി -1, അതായത് റൂട്ട്. ഇത് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തതാണ്. ദാറ്റ് ഇസ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10⁻1 ആൽഫ പി -1ഉം ലാംഡ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 10⁻1 ആൽഫ പി -1. അപ്പൊ ഈ രണ്ട് ഇക്വേഷനും നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമാണ്. ഇത് രണ്ടും കാണാതെ പഠിക്കണം. ഒന്നും കൂടെ ഞാൻ പറയാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് n greater than log root of 10⁻1 alpha s -1 divided by 10⁻1 alpha p -1 the whole divided by log of ohm s by ohm p. ഇനി അടുത്ത ഇക്വേഷൻ എന്താണ്,
n greater than or equal to log of lambda by epsilon divided by log of ohms by ohm p എന്ന് വന്നു. ഇനി അതിൽ എപ്സിലോണും ലാംഡയ്ക്കുള്ള ഇക്വേഷനും ആണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിലെ ഈ കറക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ദാറ്റ് ഇസ് ഇത് 10⁻1. നേരത്തെ ഞാൻ ആൽഫ പി എന്നാണ് എഴുതിയത്, ആൽഫ പി അല്ല. ആ ലാംഡ ഇസ് ഈക്വൽ ടു 10⁻1 ആൽഫ എസ് മൈനസ് 1. എപ്സിലോൺ എന്ന് പറയുന്നതാണ് 10⁻1 ആൽഫ പി മൈനസ് 1ഉം ലാംഡ എന്ന് പറയുന്നതാണ് 10⁻1 ആൽഫ എസ് മൈനസ് 1. ഈ കറക്ഷൻ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. പിന്നെ അടുത്ത് നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഇതൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഗിവൻ ദി സ്പെസിഫിക്കേഷൻ ആൽഫ പി ഈക്വൽ ടു 1 dB, ആൽഫ എസ് ഇസ് ഈക്വൽ ടു 30 dB, ohm p is equal to 200 radians per second, ohms is equal to 600 radians per second, determine the order of the filter. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് n greater than or equal to log of root of 10⁻1 alpha is minus lambda divided by 10 into 0.1 alpha p minus 1 divided by log of ohms by ohm p. ഇതിനകത്ത് നമുക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ്, ആൽഫ പിയുടെ വാല്യൂ 1ഉം ആൽഫ എസിന്റെ വാല്യൂ 30 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി, ലോഗ് ഓഫ് 10⁻1 ഇൻറ്റു ആൽഫ എസ്. ആൽഫ എസിന് വരെ എന്തിട്ട് കൊടുക്കുക, 30 എടുക്കുക. അപ്പോൾ എന്ത് വരും, 10⁻1 ഇൻറ്റു 30 മൈനസ് 1 ഡിവൈഡഡ് ബൈ പിന്നെ എന്താണ് 10⁻1 ആൽഫ പി. ആൽഫ പിയുടെ വാല്യൂ ഇവിടെ 1 ആണ് കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് ബിക്കംസ് 10⁻1 ഇൻറ്റു 1 മൈനസ് 1 എന്ന് വന്നു. ഓക്കെ, ഇനി അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇടുന്ന ലോഗ് 62.115 ആണ്. ഇനി ദാറ്റ് ഡിവൈഡഡ് ബൈ എന്താണ്, ലോഗ് ഓമസ് ബൈ ഓം പി ആണ്. ഇതിൽ ഓമസ് എന്ന് പറയുന്ന വാല്യൂ എത്ര കൊടുത്തേണേ, 600 റേഡിയൻസ് പെർ സെക്കൻഡും ഓം പി എന്ന് പറയുന്നത് 200 റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 600/200 എന്ന് പറയുമ്പോൾ ലോഗ് 3 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, n greater than or equal to ലോഗ് 62.115 ഡിവൈഡഡ് ബൈ ലോഗ് 3. ഇത് കാൽക്കുലേറ്ററിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 3.758 ആണ്. ഇങ്ങനെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഹയർ ഇൻറ്റിജറിലേക്ക് റൗണ്ട് ചെയ്യണം. അത് ഓർത്തിരിക്കണം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n greater than or equal to 3.758. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും ഓർഡർ എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഹയർ ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ ഇത് റൗണ്ട് ചെയ്യുന്ന ഏത് നമ്പറിലായിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ദ ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽറ്റർ എന്ന് പറയുന്നത് n is equal to 4. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഷുവറായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് മനസ്സിലായോ, ക്ലിയർ ആയെന്ന് തോന്നുന്നു. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ ഓർഡർ ആൻഡ് പോൾസ് ഓഫ് ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ ദാറ്റ് ഹാസ് എ 3 dB അറ്റുനേഷൻ അറ്റ് 500 Hz ആൻഡ് ആൻ അറ്റുനേഷൻ ഓഫ് 40 dB അറ്റ് 1000 Hz. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം. ഇതിനകത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇതിന്റെ ഓർഡർ കാണാനും ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ പോൾ കാണാനുള്ളതാണ്. പോൾ കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഇതിൽ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, നമുക്ക് ആൽഫ പി ആൽഫ എസ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതാണ് ആൽഫ പി ഏതാണ് ആൽഫ എസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിനെ 3 dB ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ ഹാസ് എ 3 dB അറ്റുനേഷൻ അറ്റ് 500 Hz. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ബട്ടർവർത്ത് ഫിൽറ്ററിനെ ആദ്യം നമ്മൾ പഠിച്ച പടം അങ്ങ് വരയ്ക്കുക. അതായത് ഇത് ഓം, നമുക്കറിയാം ഒരു ബട്ടർവർത്തിന്റെ ഒരു ലോ പാസ് പടം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ വരും. ഇതാണ് ഒരു ബട്ടർവർത്തിന്റെ ഫിൽറ്റർ. ഇനി ഇതിനകത്ത് നമുക്കറിയാവുന്ന വാല്യൂസ് ആണ്. ഇവിടുത്തെ നമ്മൾ 1 ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പറഞ്ഞേക്കുന്നത് ദാറ്റ് ഹാസ് എ 3 dB അറ്റുനേഷൻ അറ്റ് 500 Hz. അപ്പൊ നമുക്കറിയാം ആദ്യം വരുന്ന വാല്യൂ ആയിരിക്കും ഒരു 500. സേ സപ്പോസ് ഇതാണ് നമ്മൾ 500 ആയിട്ട് എടുക്കുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടല്ലേ അടുത്ത വാല്യൂ വരുള്ളൂ. അത് എടുത്തേക്കുന്ന വാല്യൂ ആണെന്ന് 1000 Hz. ഇപ്പൊ ഞാൻ ഇതാണ് 1000 ആയിട്ട് എടുത്തേക്കണേ. ഓക്കെ, ഇതിൽ ഏതാണ് ഓമസോ ഓം പി എന്നല്ല ഞാൻ പറയാൻ പോവാം. നമുക്കറിയാം ഒരു ലോ പാസ് ഫിൽറ്റർ. അപ്പൊ ഞാൻ ആദ്യം ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ ഒരു പടം വരച്ചു. എന്നിട്ട് ഞാനത് ഓം ആണെന്ന് എടുത്തു. എന്നിട്ട് 2 ഫ്രീക്വൻസിയും കൊടുത്തു. ഇനി എന്നോട് പറഞ്ഞേക്കണം ദാറ്റ് ഹാസ് എ 3 dB അറ്റുനേഷൻ അറ്റ് 500 Hz എന്ന് പറഞ്ഞാൽ ഈ 500 Hz അതായത് ഇപ്പൊ ഇതാണ് 1 എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, ഈ ഇത്രയും പോർഷൻ, അതായത് ഇത്രയും പോർഷന്റെ വാല്യൂ ഇതാണ്, ഈ ഡിസ്റ്റൻസ് ഇതാണ് പറഞ്ഞേക്കണത് 3 dB ആണെന്ന്. ഓക്കെ, ഈ വാല്യൂ എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞേക്കണത് 3 dB. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, ഈ വാല്യൂ എന്താണ്, ദിസ് ഇസ് ഈക്വലൻ ടു ആൽഫ പി. അതാണ് മനസ്സിലാക്കേണ്ടത്. സോ ദിസ് കറസ്പോണ്ട്സ് ടു ആൽഫ പി. ഇനി അത് കഴിഞ്ഞ് പറഞ്ഞേക്കുന്നത് എന്താണ്, ഇറ്റ് ഹാസ് എൻ അറ്റുനേഷൻ ഓഫ് 40 dB അറ്റ് 1000 Hz. അപ്പൊ ഇതാണ് നമ്മുടെ 1000 Hz. 1000 Hz എത്രയാ വരുന്നേക്കണേ, 40 dB എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ദാണ്ട് ഈ ഒരു പോയിന്റ് വരെ, ഈ ഇവിടം വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും,
അതാണ് 40 ആന്ന് പറഞ്ഞേക്കുന്നത്. സോ ദാറ്റ് 40 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ എസ്. അപ്പൊ അത്രയും നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇത് നോക്കി പടം വരയ്ക്കുക. അപ്പൊ നമുക്ക് ആദ്യം അറിയാവുന്ന 500 ഹെർട്സ് ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞായിരിക്കും 1000 വരുന്നത്. 500ൽ വരുന്ന അറ്റുനേഷൻ ആണ്. ചോദിച്ചോ. അപ്പൊ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന അനുസരിച്ച് നമുക്ക് ആൽഫ പിയും ആൽഫ എസും കണ്ടുപിടിച്ചു. ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൊടുത്തേക്കണത് ഹേർട്സിലാണ്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ക്വസ്റ്റ്യനകത്ത് കൊടുത്തേക്കണ റേഡിയൻസ് പെർ സെക്കൻഡ് ആണോ ഹേർട്സ് ആണോ? ഇവിടെ ഹേർട്സിലാണെങ്കിൽ നമ്മൾ അതിനെ റേഡിയൻസ് പെർ സെക്കൻഡ് ആക്കണം. അതിന് ഇത്രയും മാത്രം ചെയ്താൽ മതി. അതിന്റെ കൂടെ ഒരു 2π വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഹേർട്സിലായതുകൊണ്ട് അപ്പൊ നമുക്കറിയാം ആൽഫ പിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാസ് ബാൻഡ് ഫ്രീക്വൻസി ആണത് ഓം പി. അതെന്ന് പറയുമ്പോൾ എന്തുവരും? 2π × 500. അതെന്ന് പറയുന്നത് എന്തുവരും? 1000π റേഡിയൻസ് പെർ സെക്കൻഡ്. അടുത്തത് ഓം എസ് എന്ന് പറയുന്നതും 2π × 1000 വരും. അപ്പൊ അത് എത്രയായി? 2000π റേഡിയൻസ് പെർ സെക്കൻഡ്. ഓക്കെ, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് കാണേണ്ട എന്താണ്? ഓർഡർ കാണാൻ ലോഗ് റൂട്ട് ഓഫ് 10⁻⁴ ആൽഫ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 10⁻⁴ ആൽഫ പി മൈനസ് 1 ഡിവൈഡഡ് ബൈ ലോഗ് ഓഫ് ഓം എസ് ബൈ ഓം പി. ബാക്കിയെല്ലാം ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മറ്റേ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ടാണ് നമ്മൾ മൈനസ് എടുത്തത്. ഓൾറെഡി ഡി ബിയിൽ വാല്യൂ കൊടുത്തതുകൊണ്ട് മൈനസ് എടുക്കേണ്ട. അത് ആ വാല്യൂ മാത്രം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ എന്ത് കൊടുത്തു? 340 ഇട്ട് കൊടുത്തു. അപ്പൊ അതിന്റെ അനുസരിച്ച് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 6.6 ആണ്. അതിനെ നെക്സ്റ്റിലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടി? 7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചാണ് പോൾസ് കാണാനാണ്. പോൾസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എസ് കെ ഈക്വൽ ടു ഓം സി ഇൻറ്റു ഇ റേസ് ടു j5k. എന്തോ ചോദിച്ചോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോൾസ് ഓഫ് ബട്ടർവർത്ത് ഫിൽട്ടർ ആണ്. പോൾസ് ഓഫ് ബട്ടർവർത്ത് ഫിൽട്ടറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എസ് കെ ഇസ് ഈക്വൽ ടു ഓം സി ഇൻറ്റു ഇ റേസ് ടു j5k ആണ്. അതിൽ ഓം സി അതാണ് ഇനി ഓർത്തിരിക്കേണ്ടത്. ഓം സി എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴും ഓം സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് ദ പാസ് ബാൻഡ് അറ്റുനേഷൻ ഇസ് 3 dB. അതായത് ഇവിടെ ഓൾറെഡി നമ്മളോട് കൊടുത്തേക്കണ എത്രയാണ്? പാസ് ബാൻഡ് അറ്റുനേഷൻ എത്രയാണെന്നാ കൊടുത്തേക്കണ? 3 dB ആണെന്ന്. അപ്പൊ ശരിക്കും ഈ ക്വസ്റ്റ്യനിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് ഓം പി യു ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ ഈക്വലൻ ടു എന്താണ്? ഓം സി ആണ്. അതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. കാരണം എപ്പോഴെങ്കിലും ക്വസ്റ്റ്യനകത്ത് പാസ് ബാൻഡ് അറ്റുനേഷൻ 3 dBക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വലൻ ടു കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. അതുപോലെ തന്നെ അത് തന്നെയാണ് പാസ് ബാൻഡ് ഓം പി. അപ്പൊ ഈ പറഞ്ഞ വാല്യൂ ആണ് എന്തായിട്ട് വരുന്നത്? ഓം എസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ഓം പിയും ഓം സിയും ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുത്തേക്കണത്? അപ്പം ഓം സി എന്ന് പറയുന്നത് ഓൾറെഡി ഓം പി ആണ്. സോ 3 dB അറ്റുനേഷൻ കൊടുത്തേക്കണോണ്ട് ഓം സി ഈക്വൽ ടു ഓം പി ഈക്വൽ ടു 1000π ആണ്. അത് ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വേറെ 5kയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പ്രോബ്ലത്തിലുള്ളതാണ്. π/2 പ്ലസ് 2k മൈനസ് 1 ഇൻറ്റു π/2n. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. കാരണം പിന്നെ അങ്ങോട്ട് ഒരുപാട് ചെയ്തു പോകണം. അപ്പൊ ഇത്രയും മാത്രം ഇക്വേഷൻ വെച്ചങ്ങ് കാണിച്ച് നിർത്തിയാൽ മതി. ക്ലിയർ ആയോ? ഇതൊരു പ്രൂഫ് പോലെയാണ്. പക്ഷെ നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. കാരണം ഈ ഇക്വേഷൻ എല്ലാം നമ്മൾ ഇനി അടുത്ത പ്രോബ്ലങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ ആവശ്യമാണ്. ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം. പ്രൂവ് ദാറ്റ് ഓം സി ഈക്വൽ ടു ഓം പി ഡിവൈഡഡ് ബൈ 10⁻⁴ ആൽഫ പി മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2n ഈക്വൽ ടു ഓം എസ് ഡിവൈഡഡ് ബൈ 10⁻⁴ ആൽഫ എസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2n. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കാണാതെ പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇത് പ്രൂഫായിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ 2 ഇക്വേഷനിൽ നിന്നാണ്. ഇതെന്ന് പറയുന്നത് ഇത് ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. ഒരു ലോ പാസ് ഫിൽറ്ററിന്റെ സ്ക്വയർ ഫംഗ്ഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ജെ ഓം സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/1 പ്ലസ് ഓം ബൈ ഓം സി ദ ഹോൾ റേസ് ടു 2n. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ എഴുതിയ ഒരു ഇക്വേഷൻ ആണ് മോഡുലസ് ഓഫ് എച്ച് ഓഫ് ജെ ഓം. ഇത് ജനറൽ ഇക്വേഷൻ. ഇതൊരു ബട്ടർവർത്തിന്റെ ദാറ്റ് ഇസ് 1/1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഓം ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n. ഇത് 2 ഇക്വേഷനും സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും LHS സെയിം ആയതുകൊണ്ട് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. സോ വി വിൽ റൈറ്റ് ഇക്വേറ്റിംഗ് 1 and 2. അതായത് ഈ 2 ഇക്വേഷനും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 പ്ലസ് ഓം ബൈ ഓം സി ദ ഹോൾ റേസ് ടു 2n ഇസ് ഈക്വൽ ടു 1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ഓം ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n. ഇനി ഇവിടുത്തെ 1ഉം 1ഉം ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് എന്ത് എഴുതി? എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു ഓം ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n ഈക്വൽ ടു ഓം ബൈ ഓം സി ദ ഹോൾ റേസ് ടു 2n എന്ന് വന്നു. ഓക്കെ,
ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എപ്സിലോണിൻ്റെ ഒരു ഇക്വേഷൻ. അതെന്ന് പറയുന്നത് എന്താണ്? 10⁻1 ആൽഫ പി മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2 ആണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, ഓം റേസ് ടു 2n ഡിവൈഡഡ് ബൈ ഓം പി റേസ് ടു 2n ഇൻറ്റു എപ്സിലോൺ സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതി? ഇത് സ്ക്വയറിന് റൂട്ട് പോകുമല്ലോ. അപ്പോൾ എന്ത് വന്നു? 10⁻1 ആൽഫ പി മൈനസ് 1 ഈക്വൽ ടു ഓം റേസ് ടു 2n ഡിവൈഡഡ് ബൈ ഓം സി റേസ് ടു 2n. ഇനി എന്താണ്? ഇവിടുത്തെ ഓമും ക്യാൻസൽ ആയിപ്പോയി. അപ്പം നമുക്ക് എന്ത് വന്നു? 10⁻1 ആൽഫ പി മൈനസ് 1 ഡിവൈഡഡ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n ഈക്വൽ ടു 1 ബൈ ഓം സി റേസ് ടു 2n എന്ന് വന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഞാൻ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയേക്കണം. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഓം പി ഡിവൈഡഡ് ബൈ ഓം സി ദ ഹോൾ റേസ്റ്റ്, അതായത് ഇത് തമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 10⁻1 ആൽഫ പി മൈനസ് 1 വരുമല്ലോ. അത് ഇത്രേ ഉള്ളൂ. ഇതിനെ ഞാൻ ഇപ്പുറത്തോട്ട് അങ്ങ് കൊണ്ടുവന്നു. ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഓം പി ബൈ ഓം സി ദ ഹോൾ റേസ് ടു 2n ഈക്വൽ ടു എന്തെന്ന് വരും? 10⁻1 ആൽഫ പി മൈനസ് 1 എന്ന് വന്നു. ഓക്കെ, ഇനി അത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഓം സിക്ക് വരും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു റിസൾട്ട്. അപ്പോൾ അതിൽ നിന്ന് ഓം സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓം സി ഇസ് ഈക്വൽ ടു ഓം പി ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി ദ ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ഓക്കെ, അത് ഇതിൻ്റെ റൂട്ട് എടുത്താണ്. അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിലേഷൻ. ഇനി അതേ റിലേഷനെ തന്നെ വേറെ രീതിയിലും കൂടെ ചോദിക്കാം, ഇൻ ടേംസ് ഓഫ് ഓമസ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മളിപ്പോൾ ഈ ഓർഡറിൽ ഡിറൈവ് ചെയ്താണ്. അപ്പം നിങ്ങളിത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ദാറ്റ് ഇസ് ഓമസ് ഡിവൈഡഡ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n. ഇപ്പം നമ്മൾ എടുത്തത് ഓം പി വെച്ചുള്ള റിലേഷനാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പ്രൂഫിൽ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഡെറിവേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഓമസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n എന്ന് പറയുന്നത് 10⁻1 ആൽഫ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി മൈനസ് 1. ഇതാണ്ട് ഇത് സംശയം ഉണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ നേരത്തെ നമ്മൾ ഓർഡർ ഓഫ് ദ ഫിൽട്ടർ ചെയ്തപ്പോൾ എഴുതിയ ഇക്വേഷനാണ്. കണ്ട, ഓർഡർ ഓഫ് ദ ഫിൽട്ടർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ എടുത്ത ഇക്വേഷനാണ്. ഓമസ് ബൈ ഓം പി ദ ഹോൾ റേസ് ടു 2n ഈക്വൽ ടു 10⁻1 ആൽഫ എസ് ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി മൈനസ് 1. ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ എടുത്തേക്കണത്. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ കിട്ടി. ഇനി എന്താന്ന് പറഞ്ഞാൽ ഇതിനെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തെന്ന് വരും? ഓമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം പി ഇൻറ്റു പിന്നെ എന്താണ്? ഇതിൻ്റെ ഹോൾ റേസ് ടു 1/2 അല്ലേ. അപ്പം 10⁻1 ആൽഫ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2 എന്ന് വന്നു. ഇനി ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സോ ദാറ്റ് ബിക്കംസ് ഓമസ് ഇസ് ഈക്വൽ ടു ഓം സി ഇൻറ്റു 10⁻1 ആൽഫ പി മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2n ഇൻറ്റു 10⁻1 ആൽഫ എസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2n എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? അതിൽ നിന്ന് ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ഇത് രണ്ടും ക്യാൻസൽ ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടും ഓം സി ഈക്വൽ ടു ഓമസ് ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ എസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2n. ഈ പ്രൂഫ് നിങ്ങൾ നോക്കി വെക്കുക, ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് വെക്കുക. നമുക്ക് ഏതായാലും ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഓം സി ഈക്വൽ ടു ഓം പി ഡിവൈഡഡ് ബൈ ഓം പി ആണെങ്കിൽ 10⁻1 ആൽഫ പി മൈനസ് 1, ഓമസ് ആണെങ്കിൽ 10⁻1 ആൽഫ എസ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 1/2. അപ്പോൾ ഇത് ചിലപ്പോൾ പ്രൂഫായിട്ട് വയ്ക്കും, പക്ഷെ നമുക്ക് പ്രോബ്ലത്തിൽ ഇക്വേഷൻ വേണം. അപ്പം നമ്മൾ മൊത്തത്തിൽ 2 ഇക്വേഷനാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കേണ്ടത്. ഒന്ന് ഓർഡർ, പിന്നെ ഒന്ന് ഈ ഓം സി. ഇത് വെച്ചാണ് നമ്മളിനി അടുത്ത സെറ്റ് ഓഫ് സെക്ഷനിലേക്ക് പോകുന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.